എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഓപ്പോയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണായ ഓപ്പോ റെനോ 7 പ്രോ 5G ഫോണാണ് ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. ഫോണിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് 12 GB റാം, അതുപോലെ തന്നെ 256 GB റോം കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊസസ്സർ 1200 ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ നമുക്ക് ഗെയിം, റീഫ്രഷിങ് ടൈം, എല്ലാ കാര്യങ്ങളും മറ്റ് സ്പീഡിൻ്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ 50 MB ക്യാമറ, അതുപോലെ തന്നെ 8 MB + 2 MB, അതുപോലെ തന്നെ ഫ്രണ്ട് വരുന്നത് 32 MB ആണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യം നോക്കുന്ന സമയത്ത് 4500 mAh ആണ്. ഫോണിൻ്റെ മെയിൻ നല്ലൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്കതിൽ മെയിനായിട്ട് വരുന്നത് ക്യാമറ, അതുപോലെ തന്നെ ലുക്ക് നമ്മുടെ ആപ്പിളിൻ്റെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് മോഡലായിട്ട് കുറച്ച് സാദൃശ്യം തോന്നുന്നുണ്ട്. ആ ഒരു എഡ്ജ് സൈഡിങ്ങൊക്കെ വരുന്ന നമുക്ക് 5S പഴയ ഒരു ഫോണിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ, അല്ലെങ്കിൽ പുതിയ വേർഷൻ ഐഫോണിൻ്റെയൊക്കെ ആ ഒരു സൈഡിൽ വരുന്ന ആ ഒരു എഡ്ജ്, അത് പിന്നെ അലുമിനിയത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ഡിസ്പ്ലേയിലൊക്കെ തന്നെ ഇവർ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് 31 മിനിറ്റ് കൊണ്ട് ഫുള്ളി ചാർജ്ഡ് ആയിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. 4500 mAh ബാറ്ററി ആണെങ്കിൽ പോലും നമുക്ക് 30 മിനിറ്റ് ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഫുൾ ബാക്കപ്പോട് കൂടി നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇഷ്ടംപോലെ അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. വലിയ വെയിറ്റൊന്നുമില്ല. അതുപോലെ തന്നെ സ്ലിം ആയിട്ടുള്ള ഒരു ബോഡി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലുള്ള ക്യാമറയുടെ കാര്യം നോക്കുന്ന സമയത്ത് നല്ലൊരു അടിപൊളി 2 വലിയ ക്യാമറ, അതുപോലെ തന്നെ 2 ചെറിയ ക്യാമറ, ബാക്കിയുള്ള സെൻസർ കാര്യങ്ങൾ. അപ്പോൾ പഞ്ചോളായിട്ടുള്ള ഫ്രണ്ടിൽ വരുന്ന ഒരു നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ക്യാമറ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഡിസ്പ്ലേ ഒക്കെ നല്ല സ്മൂത്താണ്. ഇവിടെ ഞാൻ വാങ്ങിച്ച അൺബോക്സ് ചെയ്ത സെയിം ടൈമിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയുണ്ടായി. നല്ല ക്ലാരിറ്റിയൊക്കെ തന്നിട്ടുണ്ട്. അവർ മെയിനായിട്ട് ഇപ്പോൾ ക്യാമറ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സെൻസേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീഫ്രഷിങ് റേഞ്ച് അവർ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ നല്ല ലോങ് ഡിസ്റ്റൻസിലുള്ള ഇഷ്ടം പോലെയുള്ള ഫോട്ടോസ്, വീഡിയോസ്, എല്ലാ കാര്യങ്ങളും ഞാനിതിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ കാണുക. എൻ്റെ വശത്തായിട്ട് ഇഷ്ടംപോലെ വീഡിയോസും ഫോട്ടോസും പല വെറൈറ്റീസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള മറ്റൊരു ഫീച്ചേഴ്സ്, നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു തരത്തിലുള്ള LED ലൈറ്റ് നമ്മളെ ക്യാമറയുടെ സെൻസേഴ്സും അല്ലെങ്കിൽ ആ പാനൽ ബോർഡിൻ്റെ പുറത്തായിട്ട് വരുന്ന ആ ഒരു ഏരിയയിൽ ഈ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് നമുക്ക് പല ഫീച്ചേഴ്സിനും നമുക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ആൻഡ്രോയിഡ് വേർഷൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് 11 ആണ്. ഓൾറെഡി 12 ലോഞ്ച് ആയിട്ടുണ്ട്. നമുക്കിത് പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ കിട്ടുന്നതാണ്. ബാക്കിയുള്ള നമുക്ക് റാം 12+ നമുക്ക് 7 GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമ്മുടെ മെമ്മറിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട്, സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി പറ്റും. നല്ല വലിയ തരത്തിലുള്ള 2 വലിയ ക്യാമറാസ്, അതുപോലെ തന്നെ 2 ചെറിയ ക്യാമറാസ്, സെൽഫി പോർട്രേറ്റ് മോഡൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതായത് സിംഗിൾ പോർട്രേറ്റ് ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ ഡബിളായിട്ട് 2 ആൾക്കാരുണ്ടെങ്കിൽ 2 ആൾക്കാരുടെ ഫേസും ബാക്കിയുള്ളതൊക്കെ ബ്ലറായിട്ടും അങ്ങനെ യൂസ് ചെയ്യാം. ഫ്രണ്ടിൽ വരുന്ന മറ്റൊരു ഫീച്ചേഴ്സ് പഴയ മോഡൽസിലുള്ള അതേ ഫീച്ചേഴ്സ് തന്നെയാണ്. ഫ്രണ്ടിൽ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് അല്ല, ഒരു ലൈറ്റ് എഫക്റ്റ് കൂടുന്ന ആ ഒരു ടൈപ്പ് ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ വോയിസ് ഒരു അടിപൊളി വോയിസാണ്. നല്ലൊരു ഐഫോണിൻ്റെ ഒക്കെ അതിൽ വരുന്ന സെയിം സ്പീക്കേഴ്സൊക്കെ വരുന്നതെന്ന് തോന്നിക്കുന്ന ഒരു ടൈപ്പുള്ള സ്പീക്കറാണ്. നിങ്ങൾക്ക് വോയിസ് നിങ്ങൾക്ക് കേട്ട് നോക്കാം.
മറ്റ് കാര്യങ്ങൾ പറയുന്ന സമയത്ത് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇത് ക്യാമറയുടെ പ്രത്യേകത തന്നെയാണ്. ആ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റി, മുമ്പത്തെയുള്ള ആ ഒരു ക്യാമറേനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൈഡ് ആംഗിളായിട്ട് അതുപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ഫോട്ടോസ് കാര്യങ്ങൾ, വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഈ ഒരു രീതിയിൽ ഇതിപ്പം ഫുൾ HD 4Kയിൽ എടുത്ത ഒരു വീഡിയോ ആണ്. നമ്മൾ സൂം ഇൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സൂം ഔട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഓപ്ഷൻസ് ഇഷ്ടംപോലെ ഇതിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. ക്ലാരിറ്റി 4K വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോശമില്ലാത്ത നല്ലൊരു ക്ലാരിറ്റി തന്നെ. ആ ക്യാമറയുടെ ചേഞ്ച് വന്ന സമയത്ത് തന്നെ നല്ല വ്യത്യാസം മറ്റ് ഫോണുകളിൽ നിന്നും നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇഷ്ടംപോലെ ഫോട്ടോസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ആൾക്കാർ നോക്കുന്നത് ക്യാമറയും അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ ക്ലാരിറ്റി അതുപോലെ തന്നെ ബാക്കപ്പാണ്. ബാക്കപ്പിൻ്റെ കാര്യങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. 30 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്ന പറയുന്ന സമയത്ത് ഏതൊരു ഫോണിനെ കമ്പയർ ചെയ്യുന്ന സമയത്തും ബെസ്റ്റായിട്ട് തന്നെ അതെനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു ഫോട്ടോസിൻ്റെ കാര്യം നിങ്ങൾക്ക് എടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ സൂം ചെയ്തെടുത്താണ്, ഇതിപ്പോൾ മാക്സിമം സൂമിലെടുത്തതാണ് ഫോട്ടോസ്. അതുപോലെ തന്നെ ഫുള്ള് വൈഡ് ആംഗിളായിട്ടുള്ള ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജസ്റ്റ് സൂം, അതായത് മെയിൻ ക്യാമറ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് എടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ വെറൈറ്റീസ് ആയിട്ടുള്ള ഫോട്ടോസിൽ ഇതിലുണ്ട്. നിങ്ങൾക്ക് ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിലിപ്പോൾ ഡുവൽ മോഡൊക്കെ അവൈലബിൾ ആണ്. അതായത് നമുക്ക് വെബ് ക്യാമറയുടെ ആ ഒരു ടൈപ്പായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലുള്ള ആ ഒരു ക്യാമറ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡും ചെയ്യാം. ഒരേ ടൈമിൽ 2-in-1 എന്നുള്ള ആ ഒരു ടൈപ്പിൽ നമുക്ക് എടുക്കാം. ഇപ്പം ഫോട്ടോസൊക്കെ നല്ല ക്ലാരിറ്റി തന്നെ കൊടുത്തിട്ടുണ്ട്. സൂമ് ഒരു മാക്സിമം സൂം ഇപ്പോൾ x10 ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ലാഗൊക്കെ വരുന്നത്, ചെറുതല്ല എന്നാലും ക്ലാരിറ്റിയൊക്കെ കുറയുന്നുണ്ട്. എന്നാലും ക്ലിക്ക് ചെയ്ത് ലാസ്റ്റ് നമ്മൾ രണ്ടാമത് നോക്കുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ട്. ഇപ്പോൾ ഇതിലുള്ളത് ഒരു റൂഫ് ടോപ്പിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. 4Kയിൽ ഉള്ള ആ ഒരു ടൈപ്പിലുള്ള ഒരു ക്ലാരിറ്റിയൊക്കെ തരുന്നുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. കളേഴ്സ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഓവർ കളറൊന്നും ഇല്ല, ഒരു നാച്ചുറൽ കളറിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൂം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം കുറച്ച്, ഇതിപ്പോൾ നോർമൽ സൂമാണ്. അപ്പോൾ ഓവറാവുന്ന സമയത്ത് നമുക്ക് ക്ലാരിറ്റിയൊക്കെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. നോർമലായിട്ടുള്ള ഇത്രയും ദൂരമുള്ള ഫോട്ടോസൊന്നും നമ്മൾ എന്താ കഴിഞ്ഞാലും എടുക്കില്ല. ഒരു നമ്മൾ മാക്സിമം ഹാഫ് വരെയൊക്കെയാണ് ക്ലാരിറ്റിയിൽ നമ്മൾ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് എടുക്കുക. ഇതിപ്പോൾ ഒരു സാമ്പിൾ എന്നുള്ള നിലയിൽ കുറേ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോണിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എഡ്ജിലൊക്കെ ഉള്ള ആ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒന്ന് ചാർജിങ്ങിൻ്റെ കാര്യം, അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ ക്ലാരിറ്റി, അതുപോലെ തന്നെ ബാക്ക് ക്യാമറ, ഫ്രണ്ട് ക്യാമറ രണ്ടിൻ്റെയും ക്ലാരിറ്റി പഴയ ഫോണുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കളറും കാര്യങ്ങളൊക്കെ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സൂം ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറഞ്ഞിരുന്നാൽ പോലും അത് മാക്സിമം 10-ലൊക്കെ ഇട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ക്ലാരിറ്റി വരുന്നത്. അതല്ല നമ്മൾ ഹാഫൊക്കെ എന്നുള്ള രീതിയിൽ സൂം ചെയ്യുകയാണെങ്കിൽ നല്ല ബെസ്റ്റായിട്ടുള്ള ക്ലാരിറ്റി തന്നെ വരുന്നുണ്ട്. അതുപോലെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് റാം എക്സ്പാൻഡ് ചെയ്യാം, ഇൻബിൽട്ടായിട്ട് വരുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാം. ബാക്കിയുള്ള 5G ഫോണാണ്, ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് 5G ആണ്. അപ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് 5G കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാലത്തേക്ക് നമുക്ക് ഫോണ് മാറ്റേണ്ട ഒരു ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. സൂം ഡീറ്റെയിൽസ് ഇഷ്ടംപോലെ വീഡിയോ, മെയിനായിട്ട് എല്ലാ ആൾക്കാരും നോക്കുന്നത് ഈ സൂമിങ് കപ്പാസിറ്റി അതുപോലെ തന്നെ ക്യാമറ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെയുള്ള പുതിയ വീഡിയോസ്, വെറൈറ്റീസ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ്, ക്വസ്റ്റ്യൻസ് എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.